ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഒത്തിരി നാൾ മുൻപ് സ്ട്രോബെറിയുടെ സീഡ്സ് നമ്മൾ വിത്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതേ നമ്മുടെ പ്ലാന്റ് ഇത് ഇത്രയും വലുതായിട്ടുണ്ട് കേട്ടോ. ഒരു 5 ഇതളിലേക്ക് മാറി വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഇത്രയായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു ചെറിയ കളറ് വരുന്നുണ്ടായാലും, ഒരു ബ്ലാക്ക് കളറ്. അപ്പോൾ അത് ചെടി നാശാവാനുള്ള വല്ല തുടക്കമാണോ എന്നറിയില്ല. ഇതാണ് നമ്മുടെ പ്ലാന്റ്, കണ്ടില്ലേ? അപ്പം ഞാൻ ദേ ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് നമുക്ക് നട്ടുപിടിപ്പിച്ച് നോക്കാം കേട്ടോ. കണ്ടില്ലേ? അപ്പം നമ്മളിത് ഇതിലേക്ക് നട്ടുപിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ പയ്യങ്ങ് വെച്ചെടുക്കുക. അധികം നമ്മൾ ആഴത്തിൽ കുഴിച്ചിടരുത്. അതിൻ്റെ വേര് മണ്ണിൽ തട്ടുന്ന രീതി വേണം നമ്മൾ കുഴിച്ചിടാനായിട്ട്, നട്ടുപിടിപ്പിക്കാനായിട്ട്. അയ്യോ, എൻ്റെ ചെടി പോയേ. ഇങ്ങനെ പയ്യെ നമുക്ക് നട്ടു കൊടുക്കാം. അതറിയ പോലും ചെയ്യരുത്. പക്ഷെ ഞാനൊന്ന് അതിനെ നട്ടപ്പോൾ അത് നന്നായി അറിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് ഞാനിപ്പോൾ ചെയ്തു കൂട്ടിയത്. അപ്പോൾ അതെ ഇങ്ങനെ ഒന്ന് സൈഡ് മാത്രം ഒന്ന് അമർത്തി കൊടുക്കുക. പിന്നെ നനവുള്ളത് കൊണ്ട് തന്നെ നമ്മൾ മണ്ണിന് നനവ് ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് നനവുണ്ട്. അതുകൊണ്ട് ഇനി നനച്ചു കൊടുക്കുന്നില്ല കേട്ടോ. വെള്ളം തളിച്ച് പോലും കൊടുക്കുന്നില്ല. ഇന്നലെ മഴ പെയ്തപ്പം ആകെ നനഞ്ഞ് നല്ല നനവുണ്ട് മണ്ണിന്. പിന്നെ ഞാൻ ദേ ഇവിടെ ചുമ്മാ ഒന്ന് നട്ട് നോക്കിയിട്ടുണ്ട്. 2 എണ്ണം ഞാൻ ഇവിടെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഒന്നിത്, പിന്നൊന്ന് ഇത്. എവിടെ? അങ്ങനെ ഈ 2 എണ്ണം ഇവിടെ ഒരെണ്ണം നട്ടിട്ടുണ്ട്, ഇവിടെയും ഒന്ന് നട്ടിട്ടുണ്ട്. ഇത് മാറ്റി നടേണ്ടതായിട്ടില്ല എന്നാണ് തോന്നുന്നത്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഇത് മാറ്റി നട്ടത് ഇവിടെ ഇരിപ്പുണ്ട്. ഇത്രയും കുഞ്ഞിലെ മാറ്റി നട്ടിട്ടുണ്ട്. മാറ്റി നടാതെ ഇച്ചിരി കൂടെ വലിപ്പം വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ചകിരിച്ചോറിലൊക്കെയാണ് വിത്ത് പാവി നടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും അതിൻ്റെ വളർച്ച. പക്ഷെ നമ്മളിവിടെ മണ്ണിലും പിന്നെ കുറച്ച് എന്താ പറയുക കരിയില ഇങ്ങനെ പൊടിച്ചതല്ലേ, അപ്പോൾ അതുകൊണ്ടായിരിക്കാം വേഗത്തിൽ വളരാത്തത്. മണ്ണധികം അല്ലേ. അപ്പോൾ നിങ്ങൾ നടുമ്പം പ്രത്യേകിച്ച് ചകിരിച്ചോറിൽ തന്നെ നടാൻ ശ്രമിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഇതിൻ്റെ ബാക്കി പിന്നെയും വരുന്നുണ്ട്. അപ്പോൾ ബൈ ബൈ, സീ ടാ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഓൾ എന്ന്